ഈ സ്റ്റാർട്ടപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് മിനിമം വയബിൾ പ്രോഡക്റ്റ്. എന്താണ് ഈ മിനിമം വയബിൾ പ്രോഡക്റ്റ്? വേറെ ഒന്നല്ല, ആക്ച്വലി നമ്മളൊരു പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജിൽ അതിന് പല പ്രശ്നങ്ങളുണ്ടാവും. ആക്ച്വലി ഇപ്പം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല സംഭവിക്കുക. അപ്പോൾ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് വരും, അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് ടീം തന്നെ ചിലപ്പോൾ പറയും ഇതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് മാറ്റണം എന്നുള്ളത്. അപ്പം നമ്മുടെ അനുഭവം കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടും കുറേ മാറ്റങ്ങളൊക്കെ നമുക്ക് തന്നെ മാറ്റാം എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ പല മാറ്റങ്ങൾക്കും ഇതേ മാറിയിട്ട് ഈ പ്രോഡക്റ്റ് ഒരു പെർഫെക്റ്റ് പ്രോഡക്റ്റായിട്ട് മാറുന്ന ഒരു സമയമുണ്ട്. ആക്ച്വലി ഇതിനെയാണ് ഈ മിനിമം വയബിൾ പ്രോഡക്റ്റ്. ചിലപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കാം, ചിലപ്പോൾ ഒരു 6 മാസം എടുക്കാം, ചിലപ്പോൾ ഒരു വർഷം എടുക്കാം. ഈ കാലയളവ് എന്ന് പറയുന്നത് ആക്ച്വലി വളരെ ക്രൂഷ്യലാണ്. പക്ഷേ ഈ കാലയളവിൽ കൂടെ നമ്മൾ കടന്നു പോയേ മതിയാവൂ. ഈ പ്രോഡക്റ്റ് ഒരു പെർഫെക്റ്റ് ആയതിനു ശേഷം മാർക്കറ്റിൽ ഇറക്കാൻ ഒരിക്കലും നിങ്ങൾ നിൽക്കരുത്. നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ മേടിച്ചതിന് ശേഷം മാത്രം പോകണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് തുടങ്ങാൻ